പ്രിയമുള്ളവരെ, ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ 10 വർഷം മുമ്പ് തുടങ്ങി വെച്ച ഒരു സംവിധാനത്തിന്റെ പരിപൂർണതയിലേക്ക്, സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് എത്തുമ്പോൾ, അപ്പോൾ അതിലേക്ക് കടന്നു വന്ന വഴികള് വളരെ കൃത്യമായി സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ വേഗത്തിൽ 5 മിനിറ്റ് കൊണ്ട് ഒന്ന് രേഖകളാക്കി പറയുന്നതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് 2012 ഇതിന്റെ ആദ്യ ആലോചനാ യോഗം ബിപിയങ്ങാടിയിൽ വെച്ചിട്ട് ചേരുന്നതും, അതോടൊപ്പം തന്നെ കെയർ പാലിയേറ്റീവ് എന്ന പേര്, സെന്റർ എന്ന പേര് വരുന്നതും. 2013 ഒരു വർഷങ്ങൾക്ക് ശേഷം തെക്കൻകുറ്റൂർ അല്ലൂർ റോഡിലെ IEC ബിൽഡിങ്ങിൽ വെച്ചിട്ട് അതിന്റെ വീണ്ടും മീറ്റിംഗ് കൂടുകയും കെയർ പാലിയേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുകയും ചെയ്തു. അതിനുശേഷം 2015 ജൂൺ 1 തിരൂർ കാരുണ്യ പാലിയേറ്റീവ് കെയറിന്റെ സഹായത്തോടു കൂടി ആഴ്ചയിൽ എല്ലാ ഞായറാഴ്ചകളിലും ആദ്യ യൂണിറ്റ് ഹോം കെയർ തുടങ്ങി വെച്ചു. അതിനുശേഷം 2015 തന്നെ അത് ആഴ്ചയിൽ 2 ദിവസമാക്കി, പിന്നീട് 3 ദിവസമാക്കി, പിന്നീട് 5 ദിവസമാക്കി. 2016 ഹോം കെയർ വീണ്ടും വർദ്ധിപ്പിച്ച് 3, 5 എന്നിങ്ങനെ വർദ്ധിപ്പിച്ചു. 2016 നമ്മുടെ ആഴ്ചയിൽ 7 ദിവസവും ഹോം കെയർ എന്ന് പറയുന്ന ആഴ്ചയിൽ ഞായറാഴ്ച അടക്കമുള്ള ഹോം കെയർ സംവിധാനമായി മാറി. ആ മാസം നമുക്ക് ആദ്യ ഘട്ടത്തിൽ AK ഗ്രൂപ്പ് ഒരു ഓമ്നി വാഹനമാണ് തന്നിരുന്നത്, ഈക്കോ ആക്കി. രണ്ടാമത്തെ വാഹനവും AK ഗ്രൂപ്പിൽ നിന്ന് ലഭിച്ചു. അങ്ങനെ ആഴ്ചയിൽ എല്ലാ ദിവസവും ഹോം കെയർ എന്നുള്ള അതിലേക്ക് എത്തുകയും, അതോടൊപ്പം 2017 ഇത് നമുക്ക് ഫൈസൽ ജ്വല്ലറി, ഇവിടെ നമ്മുടെ ഫൈസൽ എറിഞ്ഞിരിക്കുന്ന അവരുടെ ഉപ്പയുടെ പേരിൽ നമുക്കൊരു വാഹനം ലഭിച്ചു. അത് പ്രകാരം നമുക്ക് ആഴ്ചയിൽ 2 ഹോം കെയർ എന്ന് തുടങ്ങി വെക്കുകയും 2017 മാനസിക കോഴിക്കോട് മെന്റൽ ഹെൽത്ത് ആക്ഷൻ ട്രസ്റ്റുമായി ചേർന്ന് മാനസികാരോഗ്യ പരിചരണം എല്ലാ ബുധനാഴ്ചകളും സൈക്കാട്രിസ്റ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ വരികയും സൈക്കോളജിസ്റ്റ് അടങ്ങുന്ന ടീമുകൾ വരികയും അന്നു മുതൽ മാനസികാരോഗ്യ പരിചരണം നടത്തി വരികയും ചെയ്തു. പിന്നീട് അതോടൊപ്പം തന്നെ ആ വർഷം തന്നെയാണ് നമ്മൾ പ്രാദേശിക നാട്ടുകൂട്ടങ്ങൾ തുടങ്ങിയത്. അത് തുടങ്ങി വെക്കുകയും ആ കൊല്ലത്തിൽ ഏകദേശം 5ഓളം പ്രാദേശിക നാട്ടുകൂട്ടങ്ങൾ തുടങ്ങി. പിന്നീട് 2018 നമ്മൾ നഴ്സസ് ഹോം കെയർ, ഫിസിയോതെറാപ്പി ഹോം കെയർ തുടങ്ങി. സബ് കമ്മിറ്റികളുടെ 8ഓളം സബ് കമ്മിറ്റികൾ നമ്മൾ രൂപീകരിച്ചു. ഓരോ നമ്മുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ട് സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു. പിന്നെ അതോടൊപ്പം ബോക്സുകൾ, നമ്മൾ ഓരോ വീടുകളിലും ബോക്സുകൾ വെക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തി. പിന്നെ അതോടൊപ്പം നമുക്ക് കട്ടച്ചിറയിൽ നമ്മൾ 20 സെന്റ് സ്ഥലം 2018 നമ്മൾ ജനകീയ കൂട്ടായ്മയിലൂടെ വാങ്ങിയത്. 2019 നമുക്കറിയാം കോവിഡാനന്തരം പ്രയാസങ്ങളുണ്ടായി. എങ്കിലും കോവിഡ് സമയത്ത് ഹോം കെയർ ഒരു ദിവസം പോലും നിർത്താതെ തന്നെ എല്ലാ ദിവസവും നമ്മൾ കോവിഡ് സമയത്ത് ഹോം കെയർ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ വർഷം തന്നെയാണ് നമ്മൾ സൈക്കാട്രി ഡേ കെയർ തുടങ്ങി വെച്ചത്. 2020 കോവിഡ് സമയത്തും ഹോം കെയറുകൾ നടന്നിരുന്നു. ആ വർഷം നമ്മൾ 3ാമത്തെ യൂണിറ്റ് ഹോം കെയർ തുടങ്ങി വെച്ചു. 2020 കാലഘട്ടത്തിൽ ആഴ്ചയിൽ 2 യൂണിറ്റ് എല്ലാ ദിവസവും ഹോം കെയർ നടത്തുകയും, ഡോക്ടർ ഹോം കെയർ ആഴ്ചയിൽ 1 എന്നുള്ളത് 2 ദിവസമാക്കുകയും, ഫിസിയോതെറാപ്പി 1 എന്നുള്ളത് 2 ആക്കി മാറ്റുകയും ചെയ്തു. 2021 സൈക്കാട്രി ഹോം കെയർ തുടങ്ങി വെച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ ബിൽഡിങ്ങിന്റെ വർക്ക് തുടങ്ങി. 2022 ഫിസിയോതെറാപ്പി വീണ്ടും വർദ്ധിപ്പിച്ചു. ഡോക്ടർ ഹോം കെയർ മാസത്തിൽ 6 ആക്കി വർദ്ധിപ്പിച്ചു. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാദേശിക നാട്ടുകൂട്ടങ്ങൾ 15 സ്ഥലങ്ങളിലായിട്ട് പ്രാദേശിക കമ്മിറ്റികൾ രൂപീകരിച്ചു. 2023 നമ്മൾ സൈക്കോളജി ഹോം കെയർ തുടങ്ങി വെച്ചു. എല്ലാ വെള്ളിയാഴ്ചകളിലും ഒരു സൈക്കോളജിസ്റ്റ് നമ്മുടെ വാഹനത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ മനസ്സ് തകർന്നവർക്ക് വേണ്ടി അവരുടെ വീടുകളിലെത്തി കൗൺസിലിംഗ് സംവിധാനം നമ്മൾ തുടങ്ങി വെച്ചു. 2024 നമ്മൾ ബ്ലേസ് കെയർ എന്ന് പറയുന്ന SIP യൂണിറ്റ് രൂപീകരിച്ചു. അതോടൊപ്പം വനിതാ വിങ് ശാക്തീകരണം നടത്തി. ബോക്സുകൾ 2000 ബോക്സുകൾ
ഈ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓരോ വീടുകളിലും വെക്കാനുള്ള സംവിധാനം ഒരുക്കി. 2025 നമ്മൾ 4ാമത്തെ വാഹനം, 4 യൂണിറ്റ് ഹോം കെയർ ആവുകയാണ്. 4ാമത്തെ വാഹനം ഇന്ന് നമുക്ക് ലഭിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനവും നിർവഹിക്കപ്പെട്ടു. ജനകീയമായി നമുക്ക് എന്താ പറയുക, വലിയ കടബാധ്യത ഇല്ലാതെ തന്നെ നമുക്ക് എല്ലാ സംവിധാനവും അതിലേക്ക് ആകുന്ന ട്രെയിനിങ് സെന്ററിലേക്ക് ആവശ്യമായ പ്രൊജക്ടർ അടക്കമുള്ള സൗണ്ട് സിസ്റ്റം ആവശ്യമായ എല്ലാതും ഈ പഞ്ചായത്തിലെയും നമ്മളോട് സഹകരിക്കുന്ന സന്മനസ്സുകളുടെയും ആവശ്യാർത്ഥം അത് നടക്കുകയും ചെയ്തു. 2025 ജൂൺ 1-ന് ഇന്ന് പിന്നെ ആസ്ഥാന മന്ദിരം ഒരുങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഈ സംവിധാനം ബിൽഡിംഗ് മാത്രമായിട്ടാണുള്ളത്. ഇത് നിലനിർത്തുക എന്നുള്ളതാണ് അതിനേക്കാൾ വലിയ പ്രാധാന്യം. എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ നല്ല മനുഷ്യർക്കും ഞങ്ങളോട് കൂടെ നിൽക്കാനും ഇതിന്റെ തുടർ പ്രവർത്തനത്തിന് എല്ലാവിധ സഹായ സഹകരണങ്ങൾ നൽകണമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതിന് സഹകരിച്ച, അതോടൊപ്പം തന്നെ ഇതിന് സ്പോൺസർ തന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട്. അവർക്ക് അതിനുള്ള പ്രതിഫലം പടച്ചവൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.